പ്രകടനം വരുന്നുണ്ട്. നിങ്ങൾ അണികളോടൊന്ന് ആത്മസംയമനം പാലിക്കാൻ പറയണം. എന്നാ പിന്നെ അന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇതിനകത്ത് ഇത്ര സങ്കടപ്പെടാൻ എന്തോ ഇരിക്കും. എടാ, മനുഷ്യരെ കുറച്ച് കണ്ണിച്ചോര വേണം. പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റി? ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. ഇത് തന്നെ പണിയാ. ഇതൊരു പ്രത്യേകതരം സൂക്കേടാണ്. കാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു മുനിയമ്മേ കുരുന്ന് പറഞ്ഞതുപോലെയായി ഇപ്പൊ കാര്യങ്ങൾ. കഷ്ടകാലത്ത് കുഷ്ഠം വന്നു എന്ന് പറയുന്ന പഴഞ്ചൊല്ലല്ലേ കുറച്ചുകൂടെ നല്ലത്. എന്റെ കൈ തടിച്ചു വരണുണ്ട്. ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം സിസ്റ്റർ, ഇത് ഇയാളുടെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. UDFന്റെ തരംഗമൊന്നുമില്ല. യഥാർത്ഥ തരംഗം എന്താന്ന് ചോദിച്ചാൽ പിണറായി വിരുദ്ധ തരംഗമാണ്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. അളിയോ പറഞ്ഞ സത്യം തന്നെയല്ലേ? സത്യമേ പറയൂ, പ്രത്യേകിച്ച് മണ്ടന്മാരോട്. ആ വൈരാഗ്യം തീർക്കാൻ ജനങ്ങൾ നോക്കിയപ്പം BJPക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. BJP പകരമാവുന്നില്ല. പകരം വരാൻ പറ്റുന്നത് കോൺഗ്രസിനാണ്. അതുകൊണ്ട് ജനം അടച്ച് കോൺഗ്രസ് വോട്ട് ചെയ്യും. ആ കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞതെന്ന് തോന്നുന്നു.